പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൽ 29-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു, വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദരാക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കൈക്കൂലി ഒരു തിന്മയാണ്. കൈക്കൂലി വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തിന്മയാണ്. സമ്മാനങ്ങളും ദാനങ്ങളും കൈക്കൂലി പല രീതിയിലാവാം. അവ സ്ഥലമോ പണമോ സ്ഥാനമാനങ്ങളോ. നീതിയും ന്യായവും നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഏത് പരിഗണനകളുമാകാം. അത് ചിലപ്പോൾ കള്ളസാക്ഷ്യം പറയാനാവാം, ചിലപ്പോൾ സത്യം സംസാരിക്കേണ്ട സമയത്ത് കണ്ണുകൾ അടയ്ക്കാനും നിശബ്ദത പാലിക്കാനുമാകാം. ഇങ്ങനെ പല രീതിയിൽ ഒരു വ്യക്തിയെ, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വാധീനിച്ച് നീതിയും ന്യായവും നടപ്പാകാതെ വരുന്ന ഒരവസ്ഥ. കൈക്കൂലി വാങ്ങിക്കുന്നതിലൂടെ പലപ്പോഴും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അധികാരത്തിലിരിക്കുന്നവർക്ക് ഇത് പലപ്പോഴും ഒരു കെണിയായി മാറുന്നു. അവരെ അത് നാശത്തിലേക്ക് നയിക്കുന്നു. അവർക്ക് നീതി നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു. കാരണം ശാസനകൾ നൽകുന്നതിനും ശിക്ഷണം നൽകുന്നതിനും ഒന്നും കഴിയാതെ അവരുടെ കൈകൾ ഈ സമ്മാനദാനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ നാവിനെ അത് നിശബ്ദമാക്കുന്നു, കണ്ണുകളെ അന്ധമാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ തിന്മയ്ക്കെതിരായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന അധികാര മേഖലയിൽ നാം എന്തു ചെയ്യുന്നുവോ, ആ അധികാര പരിധിയിൽ നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ ആ സ്ഥലത്ത് ഒരു തരത്തിലുള്ള സമ്മാനങ്ങളോ ദാനങ്ങളോ സ്വീകരിക്കാതെ നമ്മുടെ കടമകൾ നിർവഹിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഏതെങ്കിലും സമയത്ത് ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ ബലഹീനതയിൽ ഇങ്ങനെ ഒരു പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നീതിയും ന്യായവും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, കൈക്കൂലി വാങ്ങിച്ച് നമ്മുടെ കടമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അതുപോലെ ഇങ്ങനെയൊരു തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജോലിയിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിന് ദൈവം നമുക്കൊരു വലിയ കൃപ തരട്ടെ. നാം എല്ലാവരും വചനത്തിന് ശക്തിയാൽ നിറയട്ടെ. വചനത്താൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടട്ടെ. നമ്മളെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.